മുട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ പൊതുവേ ഉള്ളൊരു ധാരണ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പുതിയ ജോയിൻ്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് നമ്മളുടെ എന്തായാലും നമ്മുടെ ബോണിനൊക്കെയായാലും സ്ട്രോങ് ആണ്. പിന്നെ അതൊരു മെയിൻ്റനൻസ് ഫ്രീ ആണ് എന്നൊക്കെയാണ് ജനറലി ചിന്തിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് അത് ഒരു പുതിയ ഐറ്റമാണ്. അപ്പോൾ ആ പുതിയതായതുകൊണ്ട് തന്നെ അതിന് കുറേയും കൂടെ കാലം നമുക്ക് അതിന് സർവീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം കാണുന്നത് ഈവൻ ഒരു പല്ല് മാറ്റി വയ്ക്കുന്ന പോലെയുള്ള ഒരു രീതിയിൽ ഒരു ആർട്ടിഫിഷ്യൽ പല്ല് വയ്ക്കുന്ന പോലെ മുട്ടും മാറ്റാം എന്നുള്ളതാണ്. അത് എത്രമാത്രമാണ് എന്താണ് ശരിക്കും പേഷ്യൻസ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ പല്ല് എല്ലാം പോയ ആൾക്ക് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഡെന്റിന് വെക്കുമ്പോൾ അതിനകത്ത് വേറൊന്നും അവർക്ക് നഷ്ടപ്പെടാനില്ല. പക്ഷേ നമ്മൾ ഇംപ്ലാന്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലാണ്. അപ്പം എന്നാലും ഇത്രയും ഒരു ശരിക്കും നമ്മൾ ഈ ഓപ്പറേഷൻസ് എല്ലാം ഡിസ്ട്രക്റ്റീവ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കൺസ്ട്രക്റ്റീവ് ആകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ആക്സിഡന്റ് കഴിഞ്ഞു, നമ്മുടെ എല്ലൊക്കെ ഒടിഞ്ഞു, അല്ലെങ്കിൽ മുറിവ് മസിലും മുറിവുകൾ വന്നു, അത് സ്റ്റിച്ച് ചെയ്ത് അതിനെ അലൈൻമെന്റ് ശരിയാക്കി ഒടിഞ്ഞ കാലിൽ കറക്റ്റ് ചെയ്യുന്നു. അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ റീകൺസ്ട്രക്റ്റീവ് സർജറി, നമ്മളതിന് റിപ്പയർ വർക്കാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.